പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. കണ്ണനെ കണി കാണാൻ ഗുരുഭവനപുരിയിലെത്തിയത് ആയിരങ്ങൾ. സമരം ചെയ്യുന്നവരോട് സർക്കാരിന് അലർജിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആശാ വർക്കർമാരോട് സർക്കാർ ചെയ്യുന്നത് കൊലച്ചതിയെന്നും ചെന്നിത്തല. കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാതയുടെ നവീകരണം പുരോഗമിക്കുന്നത്. മലക്കപ്പാറ അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. 2 പേർ ഓടി രക്ഷപ്പെട്ടു. പീലാർമൊഴിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പെരുമ്പിലാവിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ഇടിച്ച ലോറി നിർത്താതെ പോയി. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. മാളയിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് പോലീസുകാരന്റെ അപകടയാത്ര. ചാലക്കുടി ഹൈവേ പോലീസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷുവിനെ വരവേറ്റു. മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം. നിറഞ്ഞു കത്തുന്ന നിലവിളക്കും പൂത്തലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയും ഒരു സംവത്സരത്തിലേക്കുള്ള നന്മകളുടെ പ്രതീക്ഷ കണികൊണ്ടുകൊണ്ടാണ് വിഷുപ്പുലരി തെളിഞ്ഞത്. കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ തിരി തെളിയിച്ച് തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ച് മുണ്ടും പൊന്നും കണിവെള്ളരിയും കണിക്കൊന്നയും അടക്കയും നാളികേരപാതിയുമായി കണി ദർശനം. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് കൈനീട്ടം. പിന്നെ വസ്ത്രങ്ങൾ ധരിച്ചും വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചും ആഘോഷം. വിഷു പടക്കങ്ങളാൽ മുഖരിതമാണ് നാടെങ്ങും. വിഷുദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കണി കാണാനും ദർശനത്തിനുമായി വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിഷുസദ്യയ്ക്കായി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഒരുക്കുന്ന ഇൻസ്റ്റന്റ് സദ്യ വാങ്ങാൻ വിഷുനാളിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ നഗരത്തിലെ പല കാറ്ററിംഗ് സ്ഥാപനങ്ങളും 5 പേർക്കുള്ള കിറ്റായാണ് സദ്യ ഒരുക്കിയത്. 5 പേർക്കുള്ള സദ്യയുടെ കിറ്റിന് 3000 രൂപയായിരുന്നു നിരക്ക്. ചോറും 8 തരം കറികളും 2 തരം പായസവും പപ്പടം, പഴം തുടങ്ങിയവയും അടങ്ങുന്ന ഇലയുൾപ്പെടെയുള്ള സദ്യ കിറ്റ് 8 പേർക്ക് കഴിക്കാം. പരിപ്പ് പ്രഥമൻ ലിറ്ററിന് 240 രൂപ, പാലട പ്രഥമൻ ലിറ്ററിന് 260 രൂപ, പഴം പ്രഥമൻ ലിറ്ററിന് 300 രൂപ എന്നിങ്ങനെയായിരുന്നു വിവിധ ഇനം പായസങ്ങളുടെ നിരക്ക്. കറികൾ വെവ്വേറെയും ലഭ്യമായിരുന്നു. ഒട്ടുമിക്ക ഇടങ്ങളിലും രാവിലെ 11 മണിയോടെ പായസവും സദ്യയും തീർന്നതോടെ പിന്നീട് സദ്യ വാങ്ങാനെത്തിയവർ കിട്ടുന്ന ഇടങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥയും ഉണ്ടായി. കണ്ണനെ കണി കാണാൻ വൻ ഭക്തജന തിരക്ക്. മേടപ്പുലരിയിൽ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയുള്ള 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. നാഴികമണി 2 അടിച്ചതോടെ മേൽശാന്തി കവപ്ര മാറത്ത് അച്യുതൻ നമ്പൂതിരി കുളിച്ച് ഈറനണിഞ്ഞെത്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കണ്ടു. തുടർന്ന് നാളികേരമുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണ സിംഹാസനത്തിൽ വച്ചിരുന്നു. ഇതിന് താഴെയായാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ ചേർന്ന് ഓട്ടുരുളിയിൽ കണിക്കോപ്പൊരുക്കിയിരുന്നത്. 2:45 കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ടു തൊഴുതു. ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. ശ്രീലകത്തിന് പുറമെ നമസ്കാരം മണ്ഡപത്തിലും കണി ഒരുക്കിയിരുന്നു. ഗുരുവായൂരപ്പനെ തൊഴുതു, കണി കണ്ടു. ഭയങ്കര തിരക്കാണ് ഗുരുവായൂരമ്പലത്തിൽ. ഗുരുവായൂർ ഭക്തയാണ് ഞാൻ. കണി ദർശനം അവസാനിച്ചതോടെ വാകച്ചാർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനുള്ള ഭക്തജന തിരക്ക് തുടർന്നു. ക്ഷേത്രത്തിൽ വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. വിഷു സദ്യയും ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ കണി കണ്ട് വിഷു കൈനീട്ടവും വാങ്ങി വിഷു സദ്യയുമുണ്ട്. ഗുരുവായൂരപ്പ ഭക്തർ ഒരു വിഷുദിനം കൂടി അവിസ്മരണീയമാക്കി. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം KV സുബൈർ, TCV ന്യൂസ്, ഗുരുവായൂർ. സമരം ചെയ്യുന്നവരോട് സർക്കാരിന് അലർജിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ആശാവർക്കർമാരോട് സർക്കാർ ചെയ്യുന്നത് കൊലച്ചതിയാണ്. ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് 1 രൂപ പോലും കൂട്ടിക്കൊടുക്കാമെന്ന് പറയാത്തത് ധാർഷ്ട്യമാണ്.
സർക്കാർ ചെയ്യുന്ന കൊലച്ചതിയാണ്. ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും സേവനം നൽകുന്നവരാണ്. ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും 1 രൂപ കൂടുതൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാതെ സമരം പിൻവലിച്ചു പോകുമെന്ന് പറയുന്ന ധാർഷ്ട്യമാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചേർന്ന നടപടിയാണോ? കേരളത്തിന്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിന്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറയുന്നത് സമരം നിർത്തിവരണമെന്നാണ്. ഇതാണോ സമരം ചെയ്യുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനം? പാവങ്ങൾ വിഷുവായിട്ട് സ്വന്തം വീട്ടിൽ പോകാൻ കഴിയാതെ തെരുവിൽ സമരം ചെയ്യുകയാണ്. റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ എറിഞ്ഞു തരുന്ന പിച്ചക്കാശ് എടുത്ത് മുന്നോട്ട് പോവുക, ഞങ്ങൾ പറയുമ്പോൾ സമരം പിൻവലിക്കുക എന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. വനിതാ പോലീസിലേക്ക് റിക്രൂട്ട്മെന്റ് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, ഞാൻ അവരുടെ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് സംസാരിച്ചതാണ്, കത്ത് കൊടുത്തതാണ്. ആ സമരവേദിയിൽ അവർ കുഴഞ്ഞു വീഴുന്നു, അവർ ദുരിതമനുഭവിക്കുന്നു. അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ സർക്കാർ സമരം ചെയ്യുന്നവരോട് അലർജിയാണ്. സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ധിക്കാരത്തിനെതിരായുള്ള ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും. നിലമ്പൂർ സീറ്റ് UDF പിടിച്ചെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അൻവർ UDFന് പിന്തുണ നൽകിയ ആളാണ്. ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നു. നിലമ്പൂരിൽ ഇത്തവണ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള ജനവിധിയായിരിക്കും. അൻവറിൻ്റെ UDF പ്രവേശനത്തിൽ ചർച്ചകളായിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 218.44 കോടി രൂപ ചെലവഴിച്ചാണ് പാതയുടെ നവീകരണം നടക്കുന്നത്. തൃശൂർ മുതൽ കുന്നംകുളം വരെയുള്ള റോഡ് നവീകരണമാണ് അതിവേഗം പുരോഗമിക്കുന്നത്. കുടിവെള്ള വിതരണ പൈപ്പുകളടക്കം മാറ്റി സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ആദ്യ കരാറുകാരൻ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് പദ്ധതി പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് എസ്റ്റിമേറ്റ് പുതുക്കി പുതിയ കമ്പനിയെ നിർമ്മാണം ഏൽപ്പിച്ചതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയത്. മഴക്കാലത്തിനു മുൻപ് സാധ്യമായ വിധത്തിൽ പണികൾ പൂർത്തിയാക്കാൻ കഴിയും വിധമുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പൂങ്കുന്നത്തിനും പുഴയ്ക്കലിനുമിടയിൽ വെള്ളം ഒഴുകിപ്പോകാനായി വിവിധയിടങ്ങളിൽ കലുങ്കുകൾ പൊളിച്ച് വീതി കൂട്ടി ഉയർത്തിപ്പണിയുന്ന പ്രവൃത്തികളും അതിവേഗം പുരോഗമിക്കുകയാണ്. മുതുവറയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തികളും ഇതോടൊപ്പം നടന്നുവരുന്നു. തൃശൂർ കേച്ചേരി കുന്നംകുളം, കുന്നംകുളം പെരുമ്പിലാവ് എന്നിങ്ങനെ വിവിധ റീച്ചുകളായി തിരിച്ചാണ് പണികൾ നടന്നുവരുന്നത്. കുന്നംകുളം തൃശൂർ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സ്ഥലങ്ങളിലെല്ലാം റോഡ് വീതി കൂട്ടിയാണ് നവീകരിക്കുന്നത്. തൃശൂർ പാറമേക്കാവ് മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുപുറം വരെയുള്ള 33 കിലോമീറ്റർ ദൈർഘ്യമുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. അതേസമയം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തൃശൂർ കുറ്റിപ്പുറം റോഡിൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി മിക്ക സ്ഥലങ്ങളിലും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയോ ഒറ്റവരിയായി ഗതാഗതം ക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഗതാഗതക്കുരുക്കിന് യാതൊരു കുറവുമില്ല. ഇവിടങ്ങളിൽ പൊടിശല്യവും രൂക്ഷമാണ്. ന്യൂസ് ഡെസ്ക് TCV. മലക്കപ്പാറ അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഉന്നതിയിലെ തമ്പാന്റെ മകൻ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കൂട്ടുകാരായ വിജയൻ, കുമാരൻ എന്നിവർക്കൊപ്പമായിരുന്നു ഉൾക്കാട്ടിലേക്ക് തേൻ ശേഖരിക്കാൻ സെബാസ്റ്റ്യൻ പോയത്. 1/2 കിലോമീറ്റർ അകലെ വെച്ച് ആന ഇവരുടെ മുന്നിലേക്ക് പാഞ്ഞടുക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സെബാസ്റ്റ്യനെ തുമ്പിക്കൈ കൊണ്ട് തട്ടി വീഴ്ത്തി. രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ശിവനെയും വിജയനെയും ആന ആക്രമിക്കാൻ ശ്രമിച്ചു. ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീണിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ സെബാസ്റ്റ്യന്റെ ദേഹത്ത് ആന ചവിട്ടി. അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. അരമണിക്കൂറിന് ശേഷം സുഹൃത്തുക്കൾ ഉന്നതിയിലെത്തി വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനപാലകരും മലക്കപ്പാറ പോലീസും സ്ഥലത്തെത്തി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പീലാർമുഴിയിൽ വീണ്ടും കാട്ടാന വിളയാട്ടം. കുറ്റിച്ചിറ പീലാർമുഴിയിൽ ഇന്ന് വെളുപ്പിന് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഞാറ്റുവെട്ടി മോഹനൻ പാട്ടത്തിനടുത്ത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന തോട്ടത്തിലെ കൃഷിയാണ് നശിപ്പിച്ചത്. തോട്ടത്തിന്റെ ഇരുമ്പ് വേലി തകർത്താണ് കാട്ടാന അകത്ത് കടന്നത്. പടിഞ്ഞാക്കര ജോർജിന്റെ പറമ്പിലെ തെങ്ങ് മറിച്ചിടുകയും ചെയ്തു. വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് നിയമ ഭേദഗതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും MLA സനീഷ് കുമാർ ജോസഫിനും DFOയ്ക്കും പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ്, ജനറൽ സെക്രട്ടറി KM ജോസ് എന്നിവർ നിവേദനം നൽകി.
പെരുമ്പിലാവിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ഇടിച്ച ലോറി നിർത്താതെ പോയി. പെരുമ്പിലാവ് കോട്ടപ്പുറത്ത് വീട്ടിൽ വിജു മകൻ 17 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വിദ്യാർത്ഥികൾ ബൈക്കിൽ പെട്രോൾ അടിക്കാനായി പമ്പിലേക്ക് തിരിക്കുന്നതിനിടയിൽ പുറകിൽ വന്ന ലോറിയുടെ പുറകുവശം തട്ടി ഇരുവരും റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. ഇരുവരെയും നാട്ടുകാർ ഉടൻ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൗതമിനെ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കേറ്റ പെരുമ്പിലാവ് കണ്ണേത്ത് മനുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സീരകത്ത് വീട്ടിൽ അനീസാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം എരുമപ്പെട്ടി ഐശ്വര്യ കല്യാണ മണ്ഡപത്തിന് സമീപമാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനീസ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മാള മേലടൂരിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തു. പാലശ്ശേരി സ്വദേശി പറയമ്പളപ്പിൽ അനുരാജിനെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. ചാലക്കുടി ഹൈവേ പോലീസ് വാഹനത്തിലെ ഡ്രൈവറാണ് അനുരാജ്. അനുരാജ് ഓടിച്ചിരുന്ന കാർ ഇന്നലെ രാത്രിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡിലേക്ക് മറിയുകയായിരുന്നു. തുടർന്ന് ഓടി രക്ഷപ്പെട്ട അനുരാജിനെ നാട്ടുകാർ പിടികൂടി തടഞ്ഞുവെച്ചു. പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധന നടത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാറിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. അനുരാജ് ഓടിച്ചിരുന്ന കാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോൾ കൃഷ്ണൻകോട്ടയിലും വലിയപറമ്പിലും സ്നേഹഗിരിയിലും മറ്റ് വാഹനങ്ങളിൽ ഇടിച്ച് അപകടം സൃഷ്ടിച്ചിരുന്നു. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വിവിധ വാഗ്ദാനങ്ങൾ നൽകി തൃശൂർ സ്വദേശിയുടെ 1,90,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി നൈജീരിയൻ പൗരൻ ഓസ്റ്റിൻ ഓഗ്ബയെ തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പിടികൂടി. 2023 മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ പല ദിവസങ്ങളിലായി 1,90,00,000 രൂപയാണ് പ്രതി കൈപ്പറ്റിയത്. ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ വൈ നിസാമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് മുംബൈ പോലീസിന്റെ സഹായത്തോടെ ഈസ്റ്റ് മുംബൈയിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുധീഷ് കുമാർ, ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ KR വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് ശങ്കർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത്, പ്രശാന്ത് എന്നിവരാണ് ഉണ്ടായിരുന്നത്. CNGയുടെ വില കിലോഗ്രാമിന് 90 രൂപയിലേക്ക്. വില വർധന പൊള്ളിക്കുന്നത് ആയിരക്കണക്കിന് ഉപയോക്താക്കളെ. കുറഞ്ഞ വിലയിൽ ഹരിത ഇന്ധനമെന്ന വിശേഷണത്തോടെ അവതരിപ്പിച്ച CNGക്കാണ് വില കുത്തനെ ഉയരുന്നത്. പെട്രോൾ ഡീസൽ വില കുതിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് CNG ആശ്വാസമായി അവതരിച്ചത്. 2016-ൽ 50 രൂപയ്ക്ക് മുകളിൽ മാത്രം വിലയുണ്ടായിരുന്ന CNGക്ക് ഇപ്പോൾ വില 89 രൂപ 90 പൈസയാണ്. ഡീസലിനേക്കാൾ മെച്ചമെന്ന പ്രതീക്ഷയിൽ ലക്ഷങ്ങൾ മുടക്കി CNG കിറ്റ് ഘടിപ്പിച്ച സ്വകാര്യ ബസ് ഉടമകൾക്കാണ് വലിയ തിരിച്ചടിയായത്. 110 കിലോഗ്രാം ഇന്ധനം നിറയ്ക്കാവുന്ന ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും ഉൾപ്പെട്ട CNG കിറ്റിന് 7.5 ലക്ഷം രൂപ വരെയാണ് ബസ് ഉടമകൾ ചെലവിട്ടത്. ഏയാലിൽ വീട്ടിൽ നിന്ന് 32 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രൊഫഷണൽ മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡരികിൽ ഏയാൽ ചുങ്കം സെന്ററിന് സമീപമുള്ള ഒറുവിൽ അംജിത്തിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. വീട്ടിൽ ആളില്ലാത്ത തക്കം നോക്കി വീടിന്റെ വാതിലുകൾ കുത്തിത്തുറന്ന് അലമാര തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ വീട്ടുകാർ വീട് പൂട്ടി ബന്ധുവീടുകളിലേക്ക് വിരുന്നു പോയിരുന്നു. ശനിയാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിൽ പങ്കാളികളാണ്. മുറിയിൽ നിന്നും ലഭിച്ച വിരലടയാളം നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ വൻ മണ്ണെടുപ്പ്. ജിയോളജി, റവന്യൂ വകുപ്പുകളുടെ അനുമതിയുണ്ടെന്നറിയിച്ചാണ് നിർമ്മാണ പ്രവൃത്തികളുടെ മറവിൽ കുന്നിടിച്ച് വൻതോതിൽ മണ്ണ് കടത്തുന്നത്. യത്തീംഖാനയ്ക്ക് സമീപം കരിയന്നൂർ കുന്നിലാണ് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടത്തുന്നത്. വലിയ ടോറസ് ടിപ്പറുകളിലാണ് മണ്ണ് കൊണ്ടുപോകുന്നത്. കുന്നിന്റെ പകുതി ഭാഗവും തുരന്നെടുത്ത നിലയിലാണ്. സ്ഥലം ഉദ്ദേശ്യവും പരിശോധിക്കാതെയാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകുന്നതെന്ന് ആരോപണമുണ്ട്.
അനുമതി നൽകുന്ന അധികൃതർ പിന്നീട് പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ചെറിയ അളവിൽ മണ്ണെടുക്കാനുള്ള അനുമതി നേടി വൻതോതിൽ മണ്ണെടുത്ത് വിൽപ്പന നടത്തുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ബന്ധപ്പെട്ട പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ ഇടപെട്ട് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂടാതെ കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലും വൻതോതിലുള്ള മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന നിരവധി വാഹനങ്ങൾ പോലീസ് പിടികൂടിയിരുന്നു. കടങ്ങോട് തെക്കുമുറിയിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി. ജിയോളജി, റവന്യൂ വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് മണ്ണെടുത്തിരുന്നത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ അശ്വിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. മണ്ണെടുത്തിരുന്ന ഹിറ്റാച്ചിയും മണ്ണ് കടത്തിയിരുന്ന ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. മാള പൊയ്യയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ സ്വദേശി വിവേകിനെയാണ് അയൽവാസിയായ ബിനീഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. ഇരുവരും ചേർന്ന് ബാറിൽ നിന്ന് മദ്യം വാങ്ങി വീടിന് സമീപത്തിരുന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് തർക്കമുണ്ടായത്. സംഘർഷത്തിനിടയിൽ വെട്ടേറ്റ വിവേക് അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഗതാഗതം നിയന്ത്രിക്കാനായി നിയോഗിച്ച ഹോംഗാർഡുകളെ മറ്റു ജോലികൾ വടക്കാഞ്ചേരി പുഴ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി നേരത്തെ പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുന്നതിന് സ്പോട്ട് ഓപ്ഷൻ നടപടികൾക്ക് അംഗീകാരമായി. പ്രളയത്തിലും അതിവർഷത്തിലും അടിഞ്ഞുകൂടിയതുൾപ്പെടെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പുഴയിൽ നിന്നെടുക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് സ്പോട്ട് ഓപ്ഷൻ നടത്താൻ അംഗീകാരമായത്. ദീർഘകാല അടിസ്ഥാനത്തിൽ റിവർ സൈഡ് ടൂറിസം സാധ്യതകളെ കൂടി ആവിഷ്കരിക്കാൻ ഉതകുന്ന വിധമുള്ള നവീകരണം ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് സബ്മിഷൻ അവതരിപ്പിച്ചതെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. വാഴാനി ജലസേചന പദ്ധതിയുടെ സമഗ്രമായ നവീകരണം ആവശ്യപ്പെട്ടുള്ള സബ്മിഷൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. വടക്കാഞ്ചേരി പുഴ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി സ്പോട്ട് ഓപ്ഷന് അനുമതി ലഭ്യമാക്കണമെന്ന് ഈ സബ്മിഷനിൽ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മണ്ണ് സ്പോട്ട് ഓപ്ഷൻ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. നിയമസഭയിൽ സബ്മിഷൻ വഴി വിഷയം ഉന്നയിച്ചതിന്റെയും തുടർ നടപടികൾ സ്വീകരിച്ചതിന്റെയും ഭാഗമായാണ് സ്പോട്ട് ഓപ്ഷൻ നടത്തി മണ്ണ് നീക്കം ചെയ്യുന്നതിന് അംഗീകാരമായതെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ വൃത്തി കേരള കോൺക്ലേവിൽ തിളങ്ങി തിരുവില്ലാമല പഞ്ചായത്ത്. തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന കോൺക്ലേവിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ 1 വർഷം കൊണ്ട് നടപ്പിലാക്കിയതിനും പ്രവർത്തനങ്ങൾ ഡോക്യുമെന്ററിയായി അവതരിപ്പിച്ചതിനുമാണ് പ്രശംസ നേടിയത്. തൃശൂർ ജില്ലയിൽ നിന്ന് തിരുവില്ലാമലയ്ക്ക് പുറമെ നെന്മണിക്കര പഞ്ചായത്തിനുമാണ് ഡോക്യുമെന്ററി അവതരിപ്പിക്കുന്നതിന് അവസരമുണ്ടായത്. തിരുവില്ലാമല പഞ്ചായത്തിനു വേണ്ടി VO സുനിജ പ്രശംസാപത്രം ഏറ്റുവാങ്ങി. ജില്ലാതലത്തിൽ ഏറ്റവും മികച്ച റെസിഡൻഷ്യൽ അസോസിയേഷനായി തിരുവില്ലാമല അനശ്വര റെസിഡൻഷ്യൽ അസോസിയേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ 40 ബോട്ടിൽ കളക്ഷൻ യൂണിറ്റുകളും പൊതുയിടങ്ങളിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് വിവിധ കമ്പനികൾക്കും സംസ്കരിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ എന്നിവ ഗ്രീൻ കേരള കമ്പനിക്കുമാണ് കൈമാറുന്നത്. ഡോക്ടർ BR അംബേദ്കർ ജയന്തിയുടെ ഭാഗമായി ഗാവ് ചലോ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ മാള വെണ്ണൂർ പാടം ലക്ഷം വീട് സന്ദർശിച്ചു. വയോധികർക്ക് വിഷുക്കോടിയും വിഷു കൈനീട്ടവും വിതരണം ചെയ്തു. മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, മുൻ ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജു മറ്റത്തിൽ, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പാണാട്ട് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മഹാനായ ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജയന്തി രാജ്യമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ്. വിഷുവിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ചേല് എന്ന സംഗീത വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. നല്ല കണിക്കൊന്ന പൂവേ കണ്ടോ എന്റെ കള്ളൻ തേൻ തേടി വന്നുവോ. പ്രണയത്തിന്റെ കണിക്കൊന്ന പൂക്കുന്ന ചേലുള്ള വിഷുക്കാലത്തെയാണ് 4.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സംഗീത വീഡിയോ ആൽബത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. വിഷുവിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രണയമാണ്
മനോഹരമായ വരികളിലൂടെയും ദൃശ്യവിരുന്നിലൂടെയും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിരവധി ഹ്രസ്വചിത്രങ്ങളും ആൽബങ്ങളും തയ്യാറാക്കിയിട്ടുള്ള മണി അഡാട്ടാണ് ചേലിന്റെ സംവിധാനം നിർവഹിച്ചത്. ബിഗീഷ് പുന്നശ്ശേരിയുടെ വരികൾക്ക് മിഥുൻ മലയാളമാണ് സംഗീതം നൽകിയത്. ലക്ഷ്മി കൃഷ്ണയാണ് ആലാപനം. കൃഷ്ണരാജൻ, ഗോകുൽ നന്ദൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത്. അജിത് റേ പുന്നശ്ശേരി നിർമ്മിച്ച ആൽബത്തിന്റെ ക്യാമറ സന്ദീപ് ശങ്കർദാസും എഡിറ്റിംഗ് മിൽജോ ജോണിയും നിർവഹിച്ചു. യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത ആൽബത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം വൃക്ക ദാനം നൽകിയ വിനീത ഭാമോഷിനെ കേരള പ്രദേശ് ഗാന്ധി ദർശൻ സമിതി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. തയ്യൂർ സ്വദേശിനിയായ വിനീത സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. വേലൂരിൽ നടന്ന ചടങ്ങ് സംഘടന ജില്ലാ പ്രസിഡന്റ് എ അനന്തൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PN അനിൽ അധ്യക്ഷനായി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ വിനീതയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, PS സുനീഷ്, ജോൺസൺ കുറ്റിക്കാട്ട്, ജോഷി വടക്കൂടൻ, KL ജോളി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ പങ്കെടുത്തവർക്ക് സാഹിത്യ പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. എഴുത്തുകാരൻ ഈശ്വർദാസ് വിശ്വനാഥൻ തണ്ടിരത്തിന് പുസ്തകം നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. KPMS കൊടകര ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. KPMS സംസ്ഥാന ഖജാൻജി CA ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാബു കാളക്കല്ല്, ഏരിയ സെക്രട്ടറി KU രതീപ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AT സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം NV ശിവദാസൻ, ഏരിയ യൂണിയൻ ഖജാൻജി TK ഷാജു, KV ജനാർദ്ദനൻ, TK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. കോലഴി കൊടുമുള്ളിക്കാവ് ശ്രീ വേട്ടേക്കര ക്ഷേത്രത്തിൽ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വിശേഷാൽ ജന്മനക്ഷത്ര പൂജ നടന്നു. ക്ഷേത്രം മേൽശാന്തി രമേശ് കീഴോത്ത് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ അനന്തനാരായണൻ, MN രവി, KK സന്തോഷ്, CV വിനീഷ്, സന്തോഷ് കോലഴി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് കാഞ്ഞൂർ ശ്രീധരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിഷു മഹോത്സവം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് തന്ത്രി കൃഷ്ണദാസ് നേതൃത്വം നൽകി. തുടർന്ന് കൊടകര ഉണ്ണിയുടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ശീവേലി നടന്നു. കാഞ്ഞൂർ മനക്കലിൽ നിന്ന് പറയെടുത്ത് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. തൃക്കൂർ രാജന്മാരാർ പഞ്ചവാദ്യത്തിന് പ്രമാണിയായി. ക്ഷേത്രം ഭാരവാഹികളായ P കൃഷ്ണൻകുട്ടി, E പ്രദീപ്, സുരേന്ദ്രൻ എടാട്ട്, CB രാജൻ എന്നിവർ നേതൃത്വം നൽകി. കുഞ്ഞുവരകളുടെ വിസ്മയച്ചെപ്പ് തുറന്നിട്ടിരിക്കുകയാണ് കോടാലി മാങ്കുറ്റിപ്പാടത്തുള്ള പുര ആർട്ട് കേസെ. 9 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ളവർ വരച്ച 40ഓളം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദർശനത്തിന് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ P ഭാസ്കരൻ സ്മാരക സർക്കാർ സ്കൂളിലെ ചിത്രകലാ അധ്യാപികയായ പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ വര 2025 എന്ന പേരിൽ കഴിഞ്ഞയാഴ്ച മാങ്കുറ്റിപ്പാടം പുര ആർട്ട് കേസയിൽ ത്രിദിന ചിത്രകല ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഈ ക്യാമ്പിൽ പിറവിയെടുത്ത ചിത്രങ്ങൾ സമാഹരിച്ചാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ചാർക്കോൾ, അക്രിലിക്, ക്രയോൺസ് തുടങ്ങിയവ ഉപയോഗിച്ച് കുട്ടികൾ വരച്ച ചിത്രങ്ങളിൽ തെളിയുന്നത് പ്രകൃതിയിലെ കാഴ്ചകളാണ്. മറ്റത്തൂരിലെ പ്രകൃതി സുന്ദരമായ കുഞ്ഞാലിപ്പാറയടക്കമുള്ളവയെ വരകളും വർണ്ണക്കൂട്ടുകളും കൊണ്ട് ക്യാൻവാസിലേക്ക് പകർത്തിയ കുട്ടികൾ അവരുടെ നിരീക്ഷണ പാഠവും സർഗശേഷിയും പ്രദർശനത്തിലൂടെ പ്രകടമാക്കുന്നുണ്ട്. ക്യാമ്പിൽ കളിമണ്ണ് കൊണ്ട് കുട്ടികൾ നിർമ്മിച്ച ശില്പങ്ങളും ചിത്രങ്ങൾക്കൊപ്പം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവധിക്കാലം കഴിയും വരെ നീണ്ടുനിൽക്കുന്ന ചിത്രശില്പ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. സീനിയർ ഫോട്ടോഗ്രാഫറും കലാകാരനുമായ സുനിൽ സഫരിയ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് മാധവൻ, CR ആനന്ദ്, പ്രിയ ഷിബു, ഫാസ്പാടി പ്രസിഡന്റ് TK ലാലൻ, PV വേലായുധൻ, അഭിനന്ദ്, കോർഡിനേറ്റർ നിഷാൻ എന്നിവർ സംസാരിച്ചു. TCV കൊടകര. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മായന്നൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി. മായന്നൂർ, കൊണ്ടാഴി എന്നീ ദേശങ്ങളാണ് താലപ്പൊലി മഹോത്സവത്തിന്റെ സംഘാടകർ. കൊണ്ടാഴി ദേശത്തിനായി ഗജരാജ കൊടുമുടി ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭനുൾപ്പെടെ 5 ഗജവീരന്മാർ അണിനിരന്നു. മുനിശ്ശേരി അനിയന്മാരുടെ പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിച്ചു.
കൂട്ടിയെഴുന്നള്ളിപ്പിനെ തുടർന്ന് പഞ്ചവാദ്യം നടന്നു. മായന്നൂർ ദേശം പൂണത്ത് ക്ഷേത്രത്തിൽ നിന്നാണ് മായന്നൂർ ദേശത്തിന്റെ എഴുന്നള്ളത്ത് ആരംഭിച്ചത്. ചിറക്കൽ കാളിദാസൻ ഉൾപ്പെടെ 5 ആനകൾ അണിനിരന്നു. അയിലൂർ അനന്തനാരായണ ശർമ്മ പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിച്ചു. വെടിക്കെട്ടും നടന്നു. കൂടക്കുഴി ഭാസ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പാഴിയോട്ടുമുറി സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമിതി പ്രസിഡന്റ് KN ഗോപി അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മെമ്പർ അഭിലാഷ് കടങ്ങോട്, E ചന്ദ്രൻ, KK രാധാകൃഷ്ണൻ, KS സുധീഷ് എന്നിവർ സംസാരിച്ചു. എക്സൈസ് സർക്കിൾ പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്വന്തമായി പണിതീർത്ത ടൈലുകൾ കൊണ്ട് വീട്ടുമുറ്റം അലങ്കരിച്ചിരിക്കുകയാണ് കയ്പമംഗലം സ്വദേശിയായ 70 വയസ്സുകാരൻ. കൂരിക്കുഴി 18 മുറി സ്വദേശി അടിപ്പറമ്പിൽ അബ്ദുള്ളക്കുട്ടിയാണ് പ്രായാധിക്യത്തിലും മാസങ്ങളെടുത്ത് പണിതീർത്ത ടൈലുകൾ ഉപയോഗിച്ച് വീട്ടുമുറ്റത്തെ മനോഹരമാക്കിയിരിക്കുന്നത്. ബന്ധുവീടുകളിലും മറ്റും വൈവിധ്യമാർന്ന തരത്തിലുള്ള ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടാണ് അബ്ദുള്ളക്കുട്ടിക്കും സ്വന്തം വീടിന് മുന്നിലും ടൈൽ വിരിക്കണമെന്ന ആഗ്രഹം ജനിച്ചത്. എന്നാൽ ഇതിന്റെ നിർമ്മാണ ചെലവും മറ്റും അന്വേഷിച്ചപ്പോൾ 3 ലക്ഷത്തിലധികം രൂപ വരുമെന്നറിഞ്ഞതോടെ ആഗ്രഹം നടക്കില്ലെന്നായി. പക്ഷേ പിന്മാറാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറായില്ല. സ്വന്തമായി ടൈൽ നിർമ്മിക്കാനായി അടുത്ത ശ്രമം. മക്കളുടെ പിന്തുണയും ലഭിച്ചു. നിർമ്മാണത്തിനായി പ്രത്യേക അച്ചു വാങ്ങി സിമന്റും മെറ്റലും മണലുമെല്ലാം പ്രത്യേക അനുപാതത്തിലെടുത്ത് പണി തുടങ്ങി. ദിവസം 20 എണ്ണമാണ് നിർമ്മിച്ചത്. 3600 ടൈലുകൾ നിർമ്മിച്ചു. ആകെയുള്ള 24 സെന്റിൽ മക്കളുടെ വീട്ടുമുറ്റത്തുൾപ്പെടെ പൂർണ്ണമായും ടൈൽ വിരിച്ചു കഴിഞ്ഞു. ഏകദേശം 1 വർഷത്തിനടുത്ത് സമയമെടുത്തെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അബ്ദുള്ളക്കുട്ടി. 1 വർഷത്തോളം ഞാൻ കട്ടുണ്ടാക്കിയതിനു ശേഷം 2 ബംഗാളികളെ വിളിച്ച് ആകെ വിരിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ സ്വന്തം പെയിൻറ് അടിച്ച് എല്ലാ പണിയും പൂർത്തീകരിച്ച്. പലരും ഇവിടെ വന്ന് ഇത് നോക്കി കണ്ടൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് സ്വയം ചെയ്യാൻ ചെറിയൊരു ചെലവിൽ ഇങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റുമെന്നുള്ളതൊക്കെ ചോദിച്ച് പോയിട്ടുണ്ട്. 1,20,000 രൂപയാണ് ടൈൽ വിരിക്കുന്നതിനുൾപ്പെടെ ആകെ ചെലവ് വന്നത്. ആത്മവിശ്വാസവും പ്രയത്നിക്കുവാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഒന്നിനും പ്രായം ഒരു തടസ്സമല്ലെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ കാഴ്ചപ്പാട്. TCV കയ്പമംഗലം. തെക്കുംകര പഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മച്ചാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതകൾക്ക് സൗജന്യ യോഗ പരിശീലനം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീതി K രാമകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ C സുരേഷ്, ബീന കുര്യൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല കൊച്ചുപറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗോപുര സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി മരുതേരിമന ശശി നമ്പൂതിരി സമർപ്പണം നിർവഹിച്ചു. ശില്പി ദാസൻ പുളക്കലാണ് ക്ഷേത്ര ഗോപുര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. പാതി തളർന്ന ശരീരവുമായി അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയവരെയും കൊണ്ട് മൂന്നാറിലേക്ക് ഓൾ കേരള വീൽചെയർ റൈഡ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച വിനോദയാത്ര അവിസ്മരണീയമായി. പൂർണ്ണമായും ഭാഗികമായും ശരീരം തളർന്ന 52 മനുഷ്യർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ജീവിതാനുഭവമായിരുന്നു ഉല്ലാസയാത്ര. ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും കൂട്ടിയായിരുന്നു വീൽചെയർ റൈഡ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി വിനോദയാത്ര സംഘടിപ്പിച്ചത്. 30 വർഷമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്തവരും ആദ്യമായി ബസ്സിൽ കയറുന്നവരും കൂട്ടത്തിലുണ്ടായിരുന്നു. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2 ടൂറിസ്റ്റ് ബസ്സുകളിലായാണ് യാത്രയ്ക്ക് കൊണ്ടുപോയത്. ചാവക്കാട്, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നുള്ളവരുടെ യാത്രയ്ക്ക് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ തൃപ്രയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PB സക്കീർ ഹുസൈൻ, തൃശൂർ ജില്ലാ ഭാരവാഹികളായ താജുദ്ദീൻ, ഷെറീന, സീമ തോമസ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സജി അപർണ, OV ബെന്നി, പ്രബീഷ്, സുനിൽ തൊഴിയൂർ, സന്നദ്ധ പ്രവർത്തകരായ PK ധർമ്മരാജ്, സാലി, പാലിയേറ്റീവ് നഴ്സുമാരായ ഷീജ പൊന്നാനി, ജിഷ എന്നിവർ യാത്രയിലുടനീളം സാന്ത്വനവും സജീവ സഹായവുമായി യാത്രയ്ക്ക് പിന്തുണ നൽകി.
ജീവിതത്തിൽ സ്വപ്നം മാത്രമായിരുന്ന കുളിരുള്ള തേയിലക്കുന്നുകളിലൂടെയുള്ള യാത്രയും പ്രകാശമാനമായ മൂന്നാർ ഹൈഡൽ പാർക്കിലെ സായാഹ്നവും ആസ്വദിച്ചുള്ള യാത്ര സഫലമായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ ഭിന്നശേഷിക്കാരുടെ സംഘം. TCV ന്യൂസ്, കയ്പമംഗലം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 3-ാം വാർഡിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വെള്ളരി കൃഷി വിളവെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത ഉണ്ണികൃഷ്ണൻ, വാർഡ് കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ, മുൻ ചെയർമാൻ ഷിനിജ, തൊഴിലുറപ്പ് കോർഡിനേറ്റർ പ്രിയ പോൾ, മുൻ വൈസ് ചെയർമാൻ സുകുമാരൻ, കൌൺസിലർ EJ ഹിമേഷ്, മുൻ കൌൺസിലർ ഇന്ദിര പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മണലൂർ കോർപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് വീൽ ചെയർ നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ജയപ്രകാശ് ചക്കാമഠത്തിൽ കൈമാറി. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് ചാർട്ടർ പ്രസിഡന്റ് ലയൺ MJ ഓഫ് ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റീവ് ആശുപത്രി പ്രസിഡന്റ് ശ്രീവത്സൻ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. മലയാളം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ 100 കുടുംബങ്ങൾക്ക് വിഷു കിറ്റ് വിതരണം ചെയ്തു. രക്ഷാധികാരി അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MS സനൂപ് അധ്യക്ഷത വഹിച്ചു. സബിത ബൈജു, രക്ഷാധികാരി സത്യൻ മേലേടത്ത്, മജീദ് പോക്കാക്കിലത്ത്, KV ഭാസ്കരൻ, കൃഷ്ണൻകുട്ടി, സിജിൽ കുരുവേലി, പ്രവീൺ കാട്ടുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3238 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. കണ്ണനെ കണി കാണാൻ ഗുരുഭവനപുരിയിലെത്തിയത് ആയിരങ്ങൾ. സമരം ചെയ്യുന്നവരോട് സർക്കാരിന് അലർജിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആശാ വർക്കർമാരോട് സർക്കാർ ചെയ്യുന്നത് കൊലച്ചതിയെന്നും ചെന്നിത്തല. കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാതയുടെ നവീകരണം പുരോഗമിക്കുന്നത്. മലക്കപ്പാറ അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. 2 പേർ ഓടി രക്ഷപ്പെട്ടു. പീലാർമൊഴിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പെരുമ്പിലാവിൽ ചരക്ക് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ഇടിച്ച ലോറി നിർത്താതെ പോയി. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. മാളയിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് പോലീസുകാരന്റെ അപകടയാത്ര. ചാലക്കുടി ഹൈവേ പോലീസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.